നീ അപകടപ്പെടാതിരിക്കുവാൻ അല്ലെങ്കിൽ അപായപ്പെടാതിരിക്കുവാൻ ചില യുദ്ധങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്യും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനേന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 42-43 വാക്യങ്ങൾ. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണം എന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. ആഫ്രിക്കയിൽ നിന്നും ഒരു സഹോദരൻ പ്രാർത്ഥന വിഷയം അറിയിക്കുവാനായി വിളിച്ചു. തൻ്റെ പ്രാർത്ഥന വിഷയം ഇതായിരുന്നു: പാസ്റ്റർ, ഞാൻ ഏകദേശം 8 വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നു. 46 വയസ്സ് കഴിഞ്ഞു. ഇനി ഒരു 4-5 വർഷം കൂടെ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, തന്നൊരു വീട് വെച്ചു അതിൻ്റെ ബാധ്യത തീർക്കണം, ഒരല്പം നീക്കിയിരിപ്പുണ്ടാകണം, തുടർന്ന് വാർദ്ധക്യത്തിൽ ജീവിക്കണമല്ലോ ഭാര്യയുമായിട്ട്, മക്കളുടെ പഠനം പൂർത്തീകരിക്കപ്പെടണം. പക്ഷേ അവിടെ ആ സ്ഥാപനത്തിൽ ഭയങ്കരമായ ആഭ്യന്തര കലഹം, അതിനകത്തുള്ള സ്റ്റാഫുകൾ തമ്മിൽ തദ്ദേശവാസികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ തുടരുന്നതുകൊണ്ട് ആ സ്ഥാപനം, അതൊരു അമേരിക്കൻ കമ്പനിയുടെ ബ്രാഞ്ചാണ്, അതവിടെ പൂട്ടുവാനായിട്ട് കമ്പനി തീരുമാനിക്കുന്നു. അങ്ങനെ പൂട്ടുമ്പോൾ ഈ സഹോദരന് ജോലി നഷ്ടപ്പെടും. കാരണം ഇദ്ദേഹം ഏജ് കഴിഞ്ഞു. പിന്നെ ആ കമ്പനിയിൽ അവരെ നിർത്തത്തില്ല. പുതിയ ജോലി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പാടാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് കാലം ജോലി ചെയ്യണമെന്ന് ആഗ്രഹവുമില്ല. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കർത്താവ് അദ്ദേഹത്തെ എത്തിച്ചു, അവിടെ മാനിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പിന്നെയും ചെയ്യുവാനുണ്ട്. അപ്പോൾ അതിൻ്റെ സങ്കടം. പാസ്റ്റർ, ഈ സ്ഥിതിയിൽ ഞാൻ തിരികെ പോകേണ്ടി വന്നാൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും എല്ലാം വെറുതെയാവും. വീട് ബാധ്യതയിലാണ്, ലോണുണ്ട്, മക്കളുടെ പഠനം പകുതി വഴി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പോവും, ബ്രേക്കാവും, ലോൺ അടയ്ക്കാൻ പറ്റാതെ വീട് പോവും. ഞാൻ എങ്ങനെയാണോ ഇവിടെ നിന്ന് പോയത് അതുപോലെ ആയിത്തീരും, അല്ലേ? പലപ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടം അതാണ്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതും നേടിയതുമില്ല, ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ ഭാരപ്പെടേണ്ട, അങ്ങനെ ഉണ്ടാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. ആ സഹോദരൻ പ്രാർത്ഥന വിഷയം അറിയിച്ചു. ഞങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക ബ്രദർ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമയം പ്രൈസർ ഫാമിലിക്കൊപ്പം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആ ദൈവിക വിടുതൽ പ്രാപിക്കുവാനും. അപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞു. ആ സ്ഥാപനത്തിനകത്തുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, കലഹങ്ങൾ ദൈവം തീർത്തു. ഒരിക്കലും സന്ധി ചെയ്യത്തില്ല, കോംപ്രമൈസ് ആകത്തില്ല എന്ന് കരുതിയ വിഷയങ്ങൾക്ക് കോംപ്രമൈസ് ഉണ്ടായി. ആ സഹോദരൻ അവിടെ തുടർന്നു, ഇന്നും അവിടെ ജോലി ചെയ്യുന്നു. കേൾക്ക്, നിനക്ക് വേണ്ടി, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിനക്ക് വേണ്ടി അതിനകത്തുള്ള ചില യുദ്ധങ്ങളെ ദൈവം കോംപ്രമൈസ് ചെയ്യിപ്പിക്കും. സഹോദരി, നീ അവിടെ സേഫായി തുടരുവാൻ വേണ്ടി നിൻ്റെ ഭവനത്തിനകത്ത് നടക്കുന്ന ചില കലഹങ്ങളെ എൻ്റെ ദൈവം നിർത്തും. യെസ് മക്കളെ, നിങ്ങളുടെ ഭാവിക്കൊരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കളുടെ വഴക്ക്, ആ കലഹം, അവർ കടന്നു പോകുന്ന വാർ, അതിനെ കർത്താവ് അവസാനിപ്പിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ചില യുദ്ധങ്ങളെ, ചിലരുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിങ്ങൾ അതിൽ ഭാഗഭാക്കുകളല്ല, നിങ്ങളുടെ വിഷയമല്ല, അല്ലേ സഹോദര? ആ സ്ഥാപനത്തിൽ നടക്കുന്നത് നിൻ്റെ വിഷയമല്ല. പക്ഷേ നീയാണ് അതിൽ പ്രശ്നം അനുഭവിക്കുന്നത്. നിൻ്റെ ജോലി പോകും, നീ പിരിച്ചുവിടപ്പെടും. ഭയപ്പെട്ടായിരിക്കുക. കേൾക്ക്, ആ വിധത്തിലൊന്നും സംഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഈ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരും ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേർ പ്രൈസർ ഫാമിലിക്കൊപ്പം ഉണ്ട്. നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നോക്കൂ, നിങ്ങളോടൊക്കെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ആവർത്തിച്ച് തന്നെ ഞാൻ പറയട്ടെ. ആ യുദ്ധം മുഖാന്തരം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെങ്കിൽ ദൈവം ആ യുദ്ധത്തെ ക്യാൻസൽ ചെയ്യും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യുദ്ധമല്ല, നീയാണ് വിഷയം. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തിൻ്റെ മകളായ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട നീയാണ് വിഷയം. എന്താ, ഞാൻ അങ്ങനെ പ്രയോജനപ്പെട്ടിട്ടില്ല എന്ന് അവസരമുണ്ട്, തീരുമാനമെടുക്കും. കർത്താവ്, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം, എൻ്റെ ജോലി നഷ്ടപ്പെടുവാൻ ഇട വരുത്തരുതേ, എനിക്ക് തിരികെ കയറി പോകുവാൻ അവസരം തരണമേ. പ്രാർത്ഥിക്ക്, യുദ്ധമൊക്കെ ദൈവം നിർത്തും. ഓ ഷബാറാ തലമാക്ഷകനെ, നീ അവിടെ പ്രാപിക്കുവാൻ തക്കവണ്ണം, നീ അവിടെ തുടരുവാൻ തക്കവണ്ണം ദൈവം ചില പ്രശ്നങ്ങളെ പരിഹരിക്കുക.
ശുശ്രൂഷക ആ സഭയ്ക്കകത്തുള്ള ചില ആഭ്യന്തരമായ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കുക. നീ അവിടെ തുടരുവാൻ നിൻ്റെ വാക്തത്വമാണ് അവിടെ. യെസ്, പിതാവേ, നിങ്ങളുടെ മക്കളായിരിക്കുന്ന സ്ഥാനത്ത് അവർ തുടരുവാനും അവർ മാനിക്കപ്പെടുവാനും തക്കവണ്ണം ആ രാജ്യത്തിലെ ചില പ്രശ്നങ്ങൾ, നിയമനിർമ്മാണ മുഖാന്തരമുണ്ടായ ചില പ്രശ്നങ്ങൾ, ആ രാജ്യം കടന്നു പോകുന്ന ചില ഫിനാൻഷ്യൽ ക്രൈസിസ്, എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നിൻ്റെ ജോലി നഷ്ടപ്പെടാതിരിക്കുവാൻ, നിൻ്റെ തലമുറകൾ നിരാശയോടെ മടങ്ങി വരാതിരിക്കുവാൻ അവിടുത്തെ ആ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കർത്താവ് മാറ്റുവാൻ പോകുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ഓ അമ്മേൻ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അയ്യോ പാസ്റ്റർ വലിയ പ്രശ്നമാണ്, പക്ഷെ ഞാൻ അതിനകത്തൊന്നുമില്ല. ആമേൻ. അല്ലെ മാതാവ് പിതാവ് വലിയ പ്രശ്നമാണ്, പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്ന മുഴുവനും നീയാണ്. മക്കൾ തമ്മിൽ കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടു, അവിടെ കിടന്ന് അടിയ വഴക്ക, സ്ട്രഗിൾ ചെയ്യുന്ന മുഴുവൻ നീ ഉരുകിത്തീരുക. നോ, നീ സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി, നിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിൻ്റെ മകനും മരുമകനും ഒരുമിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങുക. സ്വർഗ്ഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നീ സ്ട്രഗിൾ ചെയ്യാതിരിക്കുവാൻ, നീ കരഞ്ഞ് ഉരുകിത്തീരാതിരിക്കുവാൻ വേണ്ടി. ഓ സ്തോത്രം. ഒരമ്മയെന്ന നിലയിൽ, ഒരപ്പനെന്ന നിലയിൽ വല്ലാത്ത സങ്കടമാണ്. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല, തമ്മിലടിക്കുക, വഴക്ക, കിട്ടുന്ന അവസരം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ തോൽപ്പിക്കുവാനും വേണ്ടി ശ്രമിച്ച് സ്വയം തോറ്റുകൊണ്ടിരിക്കുക. തലമ മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിക്കുക. കേൾക്ക്, ഒരു ഒരുമിച്ച് ഐക്യതയിൽ വരുവാൻ പോകുക. റെഡിയാണോ? തലമുറകളുടെ ആ സ്നേഹം, ഐക്യത വർദ്ധിച്ചു വരുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ. നോക്കൂ, ആ വലിയ പ്രതിസന്ധിയിലും ആ സഹോദരൻ പ്രാർത്ഥനയ്ക്കായി, ഉപവാസത്തിനായി സമയം മാറ്റിവെച്ചു. ദൈവം അത് നീതിയായി കണ്ടു. ഞാൻ ആവർത്തിച്ച് പറയാം, ചില വഴക്കുകൾ മുഖാന്തരം, ചിലരുടെ പ്രശ്നങ്ങൾ മുഖാന്തരം, ആ കോളേജിലെ, ആ സ്കൂളിലെ അവിടുത്തെ പ്രശ്നം മുഖാന്തരം നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം ബാധിക്കപ്പെടുമെന്ന് നീ ഭയന്നായിരിക്കുന്നുണ്ട്. നോ, അതങ്ങനെ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ പ്രശ്നത്തെ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം പരിഹരിക്കുക. ഉഷബറധലമാശേഖനെ പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി. ആമേൻ. റെഡിയാണോ? ചിലയിടങ്ങളിലെ വഴക്കുകൾ തീർന്ന് നിങ്ങളൊന്ന് സ്വസ്ഥമാകുവാൻ, നിങ്ങളൊന്ന് സമാധാനത്തോടെ ആയിരിക്കുവാൻ കോണ്ടാക്ട് ചെയ്തോ. നമുക്ക് ഉപവസിക്കാം, കർത്താവ് പ്രവർത്തിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏതോ ഭാഗത്താണെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ വിധത്തിൽ ആ വഴക്കുകൾ തീർന്ന് നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്ന അനുഭവം പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് സഭാരാധന. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിച്ച് ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ, പലരും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവർ കാരണമല്ലാതെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുടുംബജീവിതത്തിൽ, തൊഴിലിടത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ബിസിനസ്സിൽ, ആത്മീയ ജീവിതത്തിൽ, സഭയിൽ. യെസ്, ആ പ്രശ്നങ്ങളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ. ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികൾ ലഭിക്കട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ പ്രാപിക്കുന്നവരായി മാറട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ യെസ് അനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യമാകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നടപടികൾ നീങ്ങിപ്പോകട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR-കളും വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. പല ലൈസൻസ് ടെസ്റ്റുകൾ പാസ്സാകട്ടെ.
IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നു. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ പറ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നേ. നമുക്ക് പ്രാപിക്കാം. പ്രൈസർ ഫാമിലിയുടെ നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.